അടുത്ത ടോപ്പിക്ക് അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 805 ആണ്. ഓക്കെ. 8086 പഠിച്ച പോലെ ഒന്നുമില്ല. അതിനകത്ത് 12ഓളം അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മെയിൻലി 4 അഡ്രസ്സിംഗ് മോഡ് മാത്രമേ ഉള്ളൂ. ഇതല്ലാതെയും ആക്ച്വലി നമുക്ക് ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2-3 മെത്തേഡുകളുണ്ട്. ബട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ 4 മാത്രമേ ഉള്ളൂ. ഓക്കെ. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 6 മാർക്ക് 7 മാർക്ക് വരെയൊക്കെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ദ വേ ഇൻ വിച്ച് ദ അഡ്രസ് ഈസ് ഡേറ്റ ഈസ് സ്പെസിഫൈഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ. ഓക്കെ. അപ്പൊ അതിൽ ഫസ്റ്റ് മെത്തേഡ് ഇമ്മീഡിയറ്റ് എന്താണെന്ന് അറിയാം. ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് തന്നെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ. ഇവിടെ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആണിത്, ഹാഷ്. ഓക്കെ. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ എന്താണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന്. ആഡ് A,#08 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുന്നത്? എയുടെ കൂടെ 8 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ട് എവിടെ തന്നെ പ്ലേസ് ചെയ്യും? എയിൽ തന്നെ പ്ലേസ് ചെയ്യും. ഓക്കെ. ദെൻ അടുത്ത രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഇവിടെ ആഡ് A,R5. നമുക്കിവിടെ R1 R2 R3 എന്ന് പറഞ്ഞാണ് നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത് ആഡ് A,R5 എന്തായിരിക്കും ചെയ്യുന്നത്? എയും R5 കൂടെ ആഡ് ചെയ്ത് റിസൾട്ട് എവിടെ വെക്കും? എയിൽ തന്നെ വെക്കും. ഓക്കെ. ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. R1, R5 എന്ന് എഴുതാൻ പറ്റത്തില്ല ഇവിടെ. 2 രജിസ്റ്റർ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. ഓക്കെ. മറ്റേ 8086 നമുക്ക് അത് പോസിബിൾ ആയിരുന്നു. ഇവിടെ അത് പറ്റത്തില്ല. ഒന്ന് അക്യുമുലേറ്റർ, ബട്ട് രണ്ടാമത്തെ എന്ത് കൊടുക്കാം? R5 കൊടുക്കാം. ഒന്ന് ഇമ്മീഡിയറ്റും രജിസ്റ്ററും വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ 2 രജിസ്റ്റർ ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഓക്കെ. നിങ്ങൾ അത്ര ഡീപ്പായിട്ട് പഠിക്കുന്നതിലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ ഇതൊന്ന് പഠിച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി ഡയറക്റ്റ് എന്ന് പറഞ്ഞതായിരിക്കും അതിന്റെ ഇൻസ്ട്രക്ഷന്റെ പാർട്ടായിട്ട് തന്നെ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഡയറക്റ്റ്. മൂവ് R5, 90H. 90 എന്ന് പറയുന്ന അഡ്രസ് 90 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷൻ ഇരിക്കുന്ന കണ്ടന്റ് എന്ത് ചെയ്യാം? R5ലേക്ക് ലോഡ് ചെയ്യാം. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 90 എന്ന് പറയുന്നത് ആക്ച്വലി പോർട്ട് 1ന്റെ അഡ്രസ് ആണ്. ഓക്കെ. നമുക്ക് വേണമെങ്കിൽ പോർട്ട് 1നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് പ്ലേസ് ചെയ്യുന്ന കോഡ് വേണമെങ്കിൽ എഴുതാം. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ അഡ്രസ് ഡയറക്റ്റ് ആയിട്ട് എഴുതുകയും ചെയ്യും. ഓക്കെ. അത് നിങ്ങൾ പ്രോഗ്രാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണത്. തൽക്കാലം അഡ്രസ്സിംഗ് മോഡ് പഠിക്കുന്ന സമയത്ത് ആലോചിക്കുക, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ വാല്യൂസ് പറഞ്ഞാൽ. ഇവിടെ ഹാഷ് ഒന്നും സിമ്പിൾ ഒന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഏത് മോഡായിരിക്കും? ഡയറക്റ്റ് ആയിരിക്കും. ഹാഷ് സിമ്പിൾ ഇട്ടെങ്കിൽ എന്തായിരുന്നു തന്നെ? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ @ ആണ്. ഓക്കെ. @R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? R1നകത്ത് ഒരു അഡ്രസ് ആയിരിക്കും. ഓക്കെ. ആ അഡ്രസ് ലൊക്കേഷനിലേക്ക് എന്ന കണ്ടന്റ് ആയിരിക്കും എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്? എയിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലാക്കുക, @ കഴിഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ പറയുകയാണെങ്കിൽ രജിസ്റ്റർ ആയിരിക്കത്തില്ല കോപ്പി ചെയ്യുന്നത്. രജിസ്റ്ററിന്റെ അതിരിക്കുന്ന ഒരു അഡ്രസ് ആയിരിക്കും. ആ അഡ്രസ് ലൊക്കേഷനിലെ കണ്ടന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. ഓക്കെ. ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സ് ആയി കഴിഞ്ഞു. ഇതിനകത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പോകുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ. പക്ഷെ തൽക്കാലം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും മാത്രം മതി അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുമ്പോൾ. ഓക്കെ. ഇതും എസ്സേയുടെ പാർട്ടായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി.